നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ ഡോക്ടർ എം.കെ. റാമിന്റെ അറസ്റ്റ് നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥരെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി. പ്രതിയെ രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്തിനാണെന്നും നിയമമറിയുന്ന ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്നും മനഃപൂർവ്വമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സംബന്ധിച്ച് അറിയിക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി ഡോക്ടർ എം.കെ. റാമിന്റെ അറസ്റ്റ് നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരോട് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ച് ഹാജരായ ഡിവൈഎസ്പി സുധീർ കല്ലനും എസ്.പി. വേണുഗോപാലിനുമാണ് കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം കേൾക്കേണ്ടി വന്നത്. എത്ര നാളായി ഡിവൈഎസ്പി ആയിട്ടെന്നും കഴിഞ്ഞ 2 വർഷത്തിനിടെ എത്ര പേരെ അറസ്റ്റ് ചെയ്തുവെന്നും കോടതി ചോദിച്ചു. 10 പേരെ അറസ്റ്റ് ചെയ്തെന്നായിരുന്നു ഡിവൈഎസ്പിയുടെ മറുപടി. അറസ്റ്റ് നടപടിക്രമങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഉദ്യോഗസ്ഥൻ 9 പേരുടെ അറസ്റ്റിലും നടപടിക്രമങ്ങൾ പാലിച്ചെങ്കിലും എം.കെ. റാമിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തിയത് എന്തിനെന്ന് കോടതി ചോദിച്ചു. മേൽനോട്ടം കൃത്യമായി നിർവഹിച്ചോ എന്ന് എസ്.പിയോടും കോടതി ചോദിച്ചു. അറസ്റ്റിന്റെ കാരണങ്ങൾ അറിയിച്ചോ എന്ന് പരിശോധിച്ചോ എന്നും കോടതി എസ്.പിയോട് ആരാഞ്ഞു. നിയമം അറിയുന്ന ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയത് മനഃപൂർവ്വമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കോടതിയും നീതിയും ഇവിടെ അന്യം നിന്നുപോയിട്ടില്ലെന്നും അങ്ങനെ പോലീസ് കരുതേണ്ടെന്നും ജസ്റ്റിസ് ബദറുദ്ദീൻ വ്യക്തമാക്കി. പോലീസ് വിചാരിച്ചാൽ ആരെയും എന്തും ചെയ്യാനാവില്ല. പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കിയല്ല അന്വേഷിക്കേണ്ടത്. നടപടിയെടുക്കേണ്ട ഗുരുതരമായ തെറ്റാണ് ഉദ്യോഗസ്ഥർ ചെയ്തതെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഉദ്യോഗസ്ഥർക്കെതിരായ അച്ചടക്ക നടപടി സംബന്ധിച്ച് അറിയിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകി. കൈരളി ന്യൂസ്, കൊച്ചി.